നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ വിഷു ഒരുക്കങ്ങളാണ്. വിഷുവിലേക്കുള്ള ഒരുക്കങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മളിതാ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ കോഴിക്കോട് SM സ്ട്രീറ്റിലാണ് പോയത്. ആദ്യം തന്നെ കിത്തുട്ടനുള്ള ഡ്രസ്സാണ് നോക്കിയത്. കണ്ടില്ല അവൻ ചിരിക്കുന്നത്. അവന് ഷർട്ടാണ് കേട്ടോ എടുത്തത്. അതായത് 2-3 ഷർട്ടൊക്കെ എടുത്ത് നോക്കി ഞങ്ങൾ എടുത്തത് ഇതാ ഈ ഷർട്ടാണ്. പിന്നെ തനുമോക്കുള്ളൊരു ഡ്രസ്സും അവിടെ തന്നെയാണ് എടുത്തത്. പിന്നെ പ്രശോറിൻ്റെ ഷർട്ട് നോക്കി, ഇതായി ഷർട്ടാട്ടോ പ്രശോറിന് എടുത്തത്. പിന്നെ ഇതാ ഞങ്ങൾ അത് അൾട്ടർ ചെയ്യാൻ പോവാണ്. പിന്നെ എനിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടു, പക്ഷേ ആ വീഡിയോസ് എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസ് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് അവിടെ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ സൂര്യ സിൽക്സിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടി പർച്ചേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി ഒക്കെ ആയിട്ട് കേട്ടോ തിരിച്ച് വീട്ടിലെത്താൻ. അപ്പം അന്നത്തെ പർച്ചേസിങ് അതോടെ നിർത്തി. അങ്ങനെ ഇതാ അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. ഞങ്ങൾ സ്റ്റുഡിയോയിലാണ് കേട്ടോ പോയത്. പ്രശോറിനായിട്ട് ഒരു ടീഷർട്ടും മോനൊരു ടീഷർട്ടൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ സ്റ്റുഡിയോ പോയി കുറച്ച് നേരം സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇവന് അവിടെ ഫുൾ ഓടിക്കളിക്കലും ഒളിച്ച് കളിക്കലും എന്തൊക്കെയോ കളിക്കലൊക്കെ ആയിരുന്നു. അവൻ എങ്ങനെ തന്നെ നിലത്ത് വെച്ചാൽ പിന്നെ കാണൂല, പായലാണ്. ഇതാണ് കേട്ടോ കിത്തിട്ടൻ എടുത്ത ടീഷർട്ട്. അങ്ങനെ ഈ 2 ദിവസത്തോടെ ഞങ്ങളുടെ വിഷു ഡ്രസ് പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചെറിയ വിഷുവിൻ്റെ അന്നത്തെ ഒരുക്കങ്ങൾ കാണാം കേട്ടോ. അന്നാണ് ഞങ്ങൾ വൈകുന്നേരം പായസം വെച്ചത്. ഞങ്ങൾ വലിയ വിഷുവിന് വെക്കല് കേട്ടോ, ചെറിയ വിഷുവിനാണ് പായസം വെക്കല്. അപ്പോൾ അത് വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പടക്കം വാങ്ങാനാണ് കേട്ടോ. പടക്കം വാങ്ങാൻ ഞങ്ങളൊരു 3-4 പീടികയിൽ പോയിട്ടോ. കുറേ സ്ഥലത്ത് പടക്കം തീരാനായി. പിന്നെ കുറേ സ്ഥലത്ത് നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അവസാനം പോയത് ഞങ്ങളിവിടെ അത്താണിക്കലുള്ള പടക്കപ്പീടികയിലായിരുന്നു. അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ പടക്കം വാങ്ങി. കുറേ ഒന്നും വാങ്ങിയില്ല കേട്ടോ. കിത്തുട്ടനെ പടക്കം പേടിയാന്ന് പറഞ്ഞ് കരച്ചിലാണ്. അപ്പം കുറച്ച് പടക്കം വാങ്ങി. പിന്നെ അവന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിക്കുന്ന കുറച്ച് ഐറ്റംസും വാങ്ങി. പിന്നെ പടക്കം അവൻ്റെ പേടി മാറ്റണമല്ലോ, അതിന് കുറച്ച് വാങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ പടക്കം വാങ്ങിയിട്ടോ. ഇത് ഏട്ടൻ്റെ കയ്യിലുള്ളതാണ് ഞങ്ങൾ വാങ്ങിയ പടക്കം. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ബാക്കി വിഷുവിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ ഒരുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ കണീൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വിഷു ഒരുക്കങ്ങൾ എന്ന് പറയുന്നത്. ഡ്രസ്സ് എടുക്കലും പടക്കം വാങ്ങൽ, വിഷുവിൻ്റെ കണി ഒരുക്കൽ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു വിഷു ഒരുക്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു. അപ്പം നാളെ ഞങ്ങൾ വിഷു ഡേ വ്ളോഗായിട്ട് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.